അപ്പോൾ റിലീസായി കുറച്ച് ദിവസമായെങ്കിലും ചർച്ചകളിലൊക്കെ വളരെ സജീവമായിട്ട് ഇപ്പോഴും നിൽക്കുന്ന മൂൺ വാക്ക് എന്ന് പറയുന്നൊരു സിനിമ ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായ നടൻ എന്ന എനിക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ശരിക്കും ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഓരോ സ്ഥലങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓരോ നമ്മുടെ നാട്ടിലായാലും ആൾക്കാർ വന്ന് പറയുന്നു സിനിമ അത് സിനിമയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത് തന്നെ. വലിയ സന്തോഷമാണ്. സൂര എന്നുള്ള ക്യാരക്ടർ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് എൻ്റെ പ്രോഗ്രാം കണ്ടിട്ടാണ് സാർ വിളിക്കുന്നത്. TV ഷോയിൽ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് സാറിനെ വിളിക്കുന്നത്. ആകെ ഒരു പേടിയായിരുന്നു ഫസ്റ്റ് തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമയെ കുറിച്ച് നമ്മൾ എൻ്റെ ഒരു സ്വപ്നത്തിൽ സിനിമ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് TV ഷോ ചെയ്യുക, പ്രോഗ്രാം ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ ലോകം. ഇത്തരത്തിലുള്ള വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ അനാവശ്യമായി ജാതീയത സമൂഹത്തിൽ കുത്തിവെക്കുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് കാശുണ്ടാകും. ഒരു സിമ്പതിയുടെ പുറത്ത് ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുകളാണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളൊരു വിമർശനം വെക്കുന്നുണ്ട്. മുന്നേ തന്നെ കുത്തിവെച്ചേക്കുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് ചീത്തയാണ്, കറുത്തവർ ചീത്തയാണ്. അത് മുന്നേ തന്നെ ഉള്ളൊരു ഇതാണ്. അതെൻ്റെ ചെറുപ്പത്തിലും ഞാൻ കേട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അങ്ങനെ തന്നെയാണ്. സോ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയുന്നത് അത് അറിഞ്ഞിരിക്കണം. അത് പറയുന്നത് നല്ലതാണ് ഞാൻ പറയുള്ളൂ. കാരണം ആൾക്കാർ അറിയണം. ഇനി ഒരിക്കൽ പോലും ആരും വേർതിരിച്ച് നിൽക്കരുത്, ആരും മാറ്റി നിർത്തരുത്. എല്ലാവരും മുന്നോട്ട് വരട്ടെ. എൻ്റെ ഒരു ഇതായത് നോക്കുമ്പോൾ ശരിക്കും അത് അവർ വന്നോട്ടെ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഒരു സിനിമയെ ഒരിക്കലും മാറ്റി നിർത്തരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു റിയാലിറ്റി കാണിക്കുന്നത് നമ്മുടെ സിനിമയിലാണ്, നമ്മുടെ ഇൻഡസ്ട്രിയാണ് കാണിക്കുന്നത്. സോ അത് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാം, അറിയില്ല. അതെന്തെങ്കിലും മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഇനി അത് നല്ല സിനിമകൾ ഒരാളും മാറ്റി നിർത്താണ്ട് എല്ലാവരും കാണണം എന്നുള്ളൊരു ദിവസം വരട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അത് സിനിമയിൽ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കത് ചാലക്കുടിയിൽ എല്ലാവർക്കും ഇൻസ്പിറേഷൻ തന്നെയാണ് മണിച്ചേട്ടൻ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ മണിച്ചേട്ടൻ എനിക്ക് പരിചയപ്പെടണം, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ജയചന്ദ്രൻ എപ്പോഴും പറയും നിന്നെ ഞാൻ പരിചയപ്പെടുത്താം. ആ സമയങ്ങളിലൊക്കെ ആൾക്ക് ഇങ്ങനെ രോഗം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ആ സമയങ്ങളിൽ പല പ്രാവശ്യവും എനിക്ക് ചാൻസ് കിട്ടിയിരുന്നു ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ, ഒരുമിച്ച് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്കിത് ആ സമയങ്ങളിൽ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ റിലീസായി കുറച്ച് ദിവസമായെങ്കിലും ചർച്ചകളിലൊക്കെ വളരെ സജീവമായിട്ട് ഇപ്പോഴും നിൽക്കുന്ന മൂൺ വാക്ക് എന്ന് പറയുന്നൊരു സിനിമ ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായ നടൻ എന്ന നിലയ്ക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമയിലെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കാനുള്ളൊരു അർഹത കിട്ടിയത്. അതുപോലെ നിങ്ങൾ വിളിക്കാനും ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഓരോ സ്ഥലങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓരോ നമ്മുടെ നാട്ടിലായാലും ആൾക്കാർ വന്ന് പറയും സിനിമ അത് സിനിമയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത് തന്നെ. വലിയ സന്തോഷമാണ് അത്. അപ്പോൾ ഈ മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ സംസാരിക്കുന്ന വിഷയമുണ്ടല്ലോ, അതിനെ വളരെ സിമ്പിളായിട്ടൊന്ന് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും സിബി അതിനെങ്ങനെയായിരിക്കും പറയുക? അത് ഡയറക്ടറിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ അത് എന്നോട് പോലും ആൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഈ ഒരു കഥാപാത്രം ഇങ്ങനെ ആവണമെന്നോ അല്ലെങ്കിൽ ഇതാണ് സംസാരിക്കുന്നതെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞത് ഇതൊരു സിനിമ ചെയ്യുന്നുണ്ട്, നീ അത് ചെയ്യണം, ഈ ക്യാരക്ടർ നിനക്കാണ് പറ്റുള്ളൂ എന്നുള്ള മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അതിനെക്കുറിച്ചൊരു ഭയങ്കരമായിട്ടൊരു ബ്രീഫൊന്നും എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇത് പക്ഷേ നമ്മൾ സിനിമ കാണുമ്പോൾ അതിൽ ആ ക്യാരക്ടറിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതിൽ പറയുന്നത് ഈ പറഞ്ഞ പോലെ അടിച്ചമർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റാത്ത ആൾക്കാർ ലാസ്റ്റ് ഒരു ആർട്ടിലൂടെയാണ് അത് എപ്പോഴും പുറത്ത് കാണിക്കുകയുള്ളൂ. അത് തന്നെയാണ് അതിൽ സിനിമയിലും കാണിച്ചേക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു അഭിമാനമായിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അതുപോലെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ലേറ്റ് 90s ആണല്ലോ. അതുപോലെ ഈ ഒരു പീരിയഡ് സിനിമയാണ്. അപ്പം അക്കാലത്തെ ആളുകളുടെ മാനറിസം പഠിക്കുക, അല്ലെങ്കിൽ അവരെ പോലെ പെരുമാറുക, അല്ല അവരുടെ വസ്ത്രധാരണങ്ങൾ നമ്മൾ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തുമാത്രം പ്രിപ്പറേഷൻസ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്? അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ഓൾറെഡി ഞാൻ ഏകദേശം ഞാനൊരു 90s-കാരനാണ്. 88 ആണ് ഞാൻ ജനിച്ചേക്കുന്നത്. അപ്പോൾ എനിക്കത് അവിടെ അന്നത്തെ കാലഘട്ടവും ഈ കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ എൻ്റെ കൂടെയുള്ളവർ കോട്ടസികൾക്കാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ അവർക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിൻ്റെ സമയത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ വേറെ എവിടുന്നോ വന്ന ആൾക്കാർ വന്ന് നിൽക്കണ പോലെ തോന്നുന്നത്. പലരും ഞങ്ങൾ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും മുടി ഇത്ര വലിയ മുടിയൊക്കെ വെച്ചിട്ട് എല്ലാവരും നിൽക്കുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് പോയി ഇത് ആരുടെ ഇവരേതൊക്കെ ആ ഒരു ഇത് മാറ്റം ഭയങ്കരമായിരുന്നു അവർക്ക്. പക്ഷെ എനിക്കത് എന്താ പറയുക, ഒന്ന് ഡാൻസ് ആ ക്യാരക്ടർ തന്നെ ഒരു എനിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്നാണ് ഇപ്പോഴും ഡയറക്ടർ പറയാറ്. അത് ഇതിൻ്റെ ബ്രീഫ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ സ്ക്രിപ്റ്റ്
റിവീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നത് ഈ സുര എന്നുള്ള ക്യാരക്ടർ എപ്പോഴും സിവിക്കാണ്. കാരണം അതാകെ ഒരു ക്യാരക്ടറിന് ഓഡിഷൻ ഇല്ല, അതിന് ഓഡിഷൻ ഇല്ലാണ്ടാണ് എനിക്ക് അത് പറഞ്ഞത്. എന്ന് വെച്ചാൽ നേരിട്ടാണ് വിളി വന്നത് തന്നെ ഫസ്റ്റ് തന്നെ. അല്ലാതെ ആ ഒരു പ്രോസസ്സിലേക്ക് ഇപ്പം AK വിനോദ് എന്ന് പറയുന്ന ഡയറക്ടർ അപ്രോച്ച് ചെയ്യാൻ കാരണമായ ഒരു സംഭവം എന്താണ് ശരിക്കും? എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ സൂര എന്നുള്ള ക്യാരക്ടർ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് എൻ്റെ പ്രോഗ്രാം കണ്ടിട്ടാണ് സാർ വിളിക്കുന്നത്. TV ഷോയിലൊരു പ്രോഗ്രാം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് സാറിനെ വിളിക്കുന്നത്. ഇങ്ങനെ ജോമിത്തേട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് വിളിച്ചത്. ഇങ്ങനെ ഒരു പരിപാടി, ഒരു സിനിമ ഇറക്കുന്നുണ്ട്, നിങ്ങൾ വരണം. എറണാകുളത്താണ് ഇതിൻ്റെ ഓഫീസ്, ഡയറക്ടർ സാറിൻ്റെ. അപ്പോൾ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ആകെ ഒരു പേടിയായിരുന്നു ഫസ്റ്റ് തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമയെ കുറിച്ച് എൻ്റെ ഒരു സ്വപ്നത്തിൽ സിനിമ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് TV ഷോ ചെയ്യുക, പ്രോഗ്രാം ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ ലോകം. അപ്പോൾ സത്യത്തിൽ ഇതെനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നത്, ഈ സിനിമയോ എന്നുള്ളത്. അപ്പോൾ ചെന്നു, ഡയറക്ടർ സാർ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് സിനിമയിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. തീരെ താല്പര്യമില്ല എന്നല്ല, എന്ന് പറയില്ലേ, നമ്മളത് എനിക്കത് പറ്റുന്നില്ല എന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു അത്. കാരണം നമ്മൾ ലാലേട്ടനെയും മമ്മൂക്കനെയൊക്കെ കാണുന്നതൊക്കെ വലിയ ലെജൻസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആക്ടിങ്സ് ആ ഒരു ലെവലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു ലെവലിലേക്ക് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മളത് വലിയൊരു സ്വപ്ന ലോകം പോലെയാണ് ഞാനത് കാണുന്നത്. ആ ഒരു ലോകത്തേക്കാണ് ഞാൻ എന്താ പറയില്ലേ, എന്തോ വിധി പോലെ വന്ന് പെടുക എന്നൊക്കെ പറയില്ല, അത് തന്നെയായിരുന്നു. അത് ഭയങ്കര അനുഭവമായിരുന്നു. കാരണം വെച്ചാൽ എന്നോട് ഇത് പറയുമ്പോൾ, റിവീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ സിനിമ ചെയ്യുന്നുണ്ട്, ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് തന്നെയാണോ അതോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ആ സമയങ്ങളിൽ. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പറ്റില്ല, എനിക്ക് അഭിനയിക്കാറിയില്ല. എടാ ഞങ്ങൾക്ക് അതാണ് വേണ്ടത്, അഭിനയിക്കരുത്, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യുക. അത് തന്നെയായിരുന്നു. ഒരു ചെറിയൊരു ഓഡിഷൻ നടത്തി സാറിന് മുമ്പിൽ വെച്ച് തന്നെ ഒരു പാട്ടൊക്കെ വെച്ച് ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ചെയ്ത് അവർക്ക് ഇഷ്ടമായി. അവർ അങ്ങനെയാണ് സെലക്ട് ചെയ്തത് തന്നെ. അക്ഷരാർത്ഥത്തിൽ അവർ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. കാര്യം ആ ഒരു കഥാപാത്രം ചെയ്യാൻ വേറെ ആരെങ്കിലും ഒക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഗംഭീരമാകുമോ എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ സന്തോഷം. അല്ല, സീരിയസ് ആയിട്ട് അത് തന്നെയാണ് അതിലെ വസ്തുത എന്ന് പറയുന്നത്. പിന്നെ ഈ മൈക്കിൾ ജാക്സനുമായിട്ടുള്ള രൂപസാദൃശ്യം ഉണ്ടല്ലോ, അപ്പോൾ അത് ബ്രീഫ് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞിരുന്നോ, അതോ എങ്ങനെയാണ് ആ ഒരു കാര്യം? ആ സുരയുടെ മറ്റേ അവസാനത്തെ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിപ്പോൾ, പക്ഷേ ആ ഒരു ഷോട്ടിലൊക്കെ കാണുമ്പോൾ കറക്റ്റ് മൈക്കിൾ ജാക്സനെ റിസംബിൾ ചെയ്തിട്ടുള്ള പല സീക്വൻസുകളും ഈ സിനിമയിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടി വന്നു? ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു 3 മാസം ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഗ്രൂമിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ആക്ടിങ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് 80s കഥയാണ്. അപ്പോൾ ബ്രേക്ക് ഡാൻസ് ആർക്കും അറിയില്ല, ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്കും ബ്രേക്ക് ഡാൻസ് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പറേഷൻ ആയിരുന്നു എല്ലാവർക്കും. എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ജാക്സൺ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതിലേക്ക് മാറാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ ആ 3 മാസമൊക്കെ ആ ഗ്യാപ്പിൽ തന്നെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 80s കാലഘട്ടത്തിൽ ആ ബ്രേക്ക് ഡാൻസ് എങ്ങനെയായിരുന്നു, ആ സ്റ്റൈലിലേക്ക് വരാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയില്ലേ ക്ലാസ് ആയിരുന്നു അതിൽ തന്നെ. ആ 3 മാസം ഞങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റൈലിലേക്ക് എത്തിയത് തന്നെ. ജാക്സൺ എന്ന് പറയുന്നത് അത് ഓൾറെഡി രക്തത്തിലുള്ളതുകൊണ്ട്, കാരണം ചെറുപ്പം മുതൽ നല്ല ഞാൻ ഒരു ആളുടെ മരണത്തിന് ശേഷം ഞാൻ ഇതിലേക്ക് ആളറിയുന്നത്, മൈക്കിൾ ജാക്സനെ കുറിച്ച് അറിയുന്നത് ഒരു പയ്യൻ വഴിയാണ് ഞാൻ അറിയണത് തന്നെ. പയ്യൻ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ ജോലിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ചേട്ടനെ കാണും മൈക്കിൾ ജാക്സനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതാരും ചോദിച്ചു. കാരണം എനിക്കത് അന്ന് ആരാണെന്നോ ഡാൻസർ ആണെന്നോ ഒന്നും എനിക്കറിയില്ല. കാരണം ഒട്ടും അറിയില്ല, ജാക്സനെ കുറിച്ച് എനിക്ക് അറിയില്ല. നമ്മൾ എവിടേക്കോ TV വെച്ച് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് ആളെക്കുറിച്ച് എന്താണ്, ആളെങ്ങനെയായിരിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി, അതാരണോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ ഈ മറ്റേ CD ഇട്ട് കണ്ട് അപ്പോഴാണ് ഞാൻ കാണുന്നത് ത്രില്ലർ എന്ന് പറഞ്ഞൊരു അതിനുമുമ്പ് തന്നെ ഈ ആ മരണ സമയത്ത് കുറേ ഈ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ ഇത് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് ഫസ്റ്റ് ഞാൻ കാണുന്നത് ത്രില്ലറാണ്. ത്രില്ലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. കാരണം ഒരു ഏകദേശം എൻ്റെ ഈ പറഞ്ഞ ലുക്ക് അതാണ് അന്നോടെങ്ങനെയാണ് എനിക്ക് മൈക്കിൾ ജാക്സനോടുള്ള ഒരു ആരാധന തുടങ്ങിയത് തന്നെ. ഈ മൈക്കിൾ ജാക്സനുള്ള ആരാധനയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ആളെ പോലെ ആദ്യമായിട്ട് സ്റ്റെപ്പ് ഇട്ട് നോക്കുന്നൊരു മൊമെന്റ്, ആദ്യമായിട്ട് മൈക്കിൾ ജാക്സന്റെ ഒരു ഡാൻസ് കണ്ട് ഇൻസ്പയർ ആയിട്ട് നമ്മളൊന്ന് കളിച്ചു നോക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? അത് 3 വാക്ക് തന്നെയാണ്. കാരണം ഏതൊരു ഡാൻസറും ആദ്യം ചെയ്ത് നോക്കുന്ന 3 വാക്ക് തന്നെയാണ്. അത് ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ഒരിക്കലും ഇല്ല, അത് ഒരുപാട് പേരുടെ ഷെയർ ഇങ്ങനെ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ മാസ്റ്റേഴ്സായിട്ട് ഞാൻ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. അപ്പോൾ അവരൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് നോക്കിയത് 3 വാക്കാണ്. കാരണം 3 വാക്കാണ് ആളുടെ ഒരു
ബെസ്റ്റ് സിഗ്നേച്ചർ എന്ന് വെച്ചാൽ അതാണ് ഫസ്റ്റ് നമ്മളെ ആകർഷിക്കുന്നത്. മൂന്ന് വാക്ക് കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. മൂന്ന് വാക്ക് ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സ്റ്റൈലാണ് ആളുടെ ബെസ്റ്റ് എന്ന് വെച്ചാൽ ആളുടെ ഒരു ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്റ്റൈൽ അതാണ് ഈ മൂന്ന് വാക്കുന്ന സിഗ്നേച്ചർ പറഞ്ഞ പോലെ സിഗ്നേച്ചർ മൂവ്മെന്റ് ആണത്. അപ്പൊ അത് ആദ്യമേ ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒഴുകുന്ന ഒരു ലെവലിൽ എത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം വേറെ തന്നെയാണ്. കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയത് നമുക്കത് എന്തോ വലിയ നിധി കിട്ടിയ പോലെയായിരുന്നു അന്ന് എനിക്ക് അനുഭവം ഉണ്ടായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരും പഠിപ്പിക്കാനില്ല, നമുക്ക് പറഞ്ഞു തരാനില്ല, ആകെ ഉള്ളത് ഇങ്ങനെ കാണുക മാത്രമേ ഉള്ളൂ. അപ്പൊ ആ നേരത്ത് ഞാനിത് ചെയ്യുമ്പോൾ പിന്നെയുള്ളത് എനിക്ക് എൻ്റെ കറക്റ്റായിന്ന് എനിക്ക് തോന്നിയത് ഇതുപോലെ ചാലക്കുടി ഒരു പരിപാടിക്ക് തന്നെയായിരുന്നു. ആൾക്കാരുടെ റെസ്പോൺസിലാണ് ഞാൻ അറിഞ്ഞത് ശരിക്കും കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഗെയിം കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര വലിയൊരു കൈയടി കിട്ടിയത് എനിക്കൊരു ഒരു ചാലക്കുടി പള്ളിയുടെ ഭാഗത്താന്ന് തോന്നുന്നുണ്ട്. അവിടെ പരിപാടി ചെയ്തപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര വലിയൊരു ഗാനമേളയുടെ ഉള്ളിൽ ഞാൻ ചെയ്തത്. അപ്പോൾ ആ ഒരു ആൾക്കാരിൽ നിന്ന് കിട്ടിയ റെസ്പോൺസാണ് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ. കാരണം വെച്ചാൽ അന്ന് തുടങ്ങി എനിക്ക് മനസ്സിലായി തുടങ്ങി, ഞാൻ കറക്റ്റായി തുടങ്ങി. അത് ഭയങ്കര മൂവ്മെന്റ് ആയിരുന്നു അത്. ഈ മൂൺ വാക്കിനെ പറ്റി ആളുകൾ ചെറിയ സമയത്ത് സന്തോഷം തോന്നി പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഇതൊന്ന് ഓക്കെ ആയിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ഡാൻസ് സ്റ്റെപ്പുകൾ പഠിക്കാൻ ഒരുപാട് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്, എല്ലായിടത്തും കിട്ടും. പക്ഷെ അന്നത്തെ കാലത്ത് അതൊന്നും ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇടുന്ന എഫേർട്ടിൻ്റെ 4 ഇരട്ടി ഇട്ട് അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് പഠിച്ചിട്ട് ഒരാളുടെ മുമ്പിൽ കളിച്ചപ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു അഭിനന്ദനം ഏതാണ്? ഇത് കൊള്ളാം, ഇതാണ് സാധനം എന്നുള്ളത് ആദ്യമായിട്ട് പറഞ്ഞ ഒരാളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? അത് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ പരിപാടി ചെയ്യുമ്പോഴും ആൾക്കാരും ഒന്ന് പറയും. പിന്നെ ഉള്ളത് കൂടെയുള്ള ആർട്ടിസ്റ്റുകളാണ്, എന്താ വെച്ചാൽ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ തന്നെ. എന്നെ കൂടുതൽ ഈ ഇതിലേക്ക് വഴി തിരിച്ച് തന്നെ കലാഭവൻ ജയ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. മണിച്ചേട്ടനാണ് ചാലക്കുടിയിലെ മണിച്ചേട്ടൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്തിരുന്ന കലാഭവൻ ജയ എന്ന് പറഞ്ഞ ആളാണ് എന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇവൻ ഇതിനു വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കി എനിക്ക് പ്രോഗ്രാം തന്നത് ആളാണ്. ആ ആൾ അന്ന് പറയില്ല, നമ്മളെ ശ്രദ്ധിച്ചില്ല എന്നെങ്കിൽ ഞാൻ ഇന്നും ഒരു സാധാ പഠിക്കുന്ന ഒരാളെപ്പോലെ ഇങ്ങനെ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ മൈക്ക് ക്ലാസിന് ഫാനാന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരാളായി മാറിയെന്നെ. സത്യത്തിൽ ആളാണ് എന്നെ കൈപിടിച്ച് നീ ധൈര്യമായിട്ട് ചെയ്തോ, ഇന്നൊരു ചാൻസ് തരാം എന്ന് പറഞ്ഞ് എന്നെ പ്രോഗ്രാമിലേക്ക് വിളിച്ചു. എനിക്ക് ആ ഒരു പ്രചോദനം ഒന്നും പുള്ളി തന്നെയാണ്. ആളന്ന് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ സ്ഥാനത്തിരിക്കില്ല. കാരണം വെച്ചാൽ ഇത് കണ്ടിട്ട് തന്നെയാണ് മൂന്ന് വാക്കിലേക്ക് എന്നെ വിളിക്കുന്നത് തന്നെ. അത് വലിയൊരു ജയൻ ചേട്ടൻ തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ. എന്നെ ശരിക്കും മനസ്സിലാക്കിയതും ജയൻ ചേട്ടനാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ എത്തില്ല. അതെ, ഇപ്പം ചാലക്കുടിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കലാഭവൻ മണി എന്ന് പറയുന്ന വലിയൊരു കലാകാരനെ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ഞാനത് അടുത്തതായിട്ട് ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യത്തിന് മുമ്പ് തന്നെ റെഫർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ചാലക്കുടിയാണല്ലോ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ചാലക്കുടിയിൽ നിന്ന് വളരെ സാധാരണക്കാരനിൽ നിന്ന് വളർന്നു വന്ന വലിയൊരു കലാകാരനാണ് കലാഭവൻ മണിച്ചേട്ടൻ. അപ്പം ആ കലാകാരൻ്റെ ഒരു ബാധിപ്പ് എന്തുമാത്രം ഉണ്ട് സിബി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്? നമുക്കത് ചാലക്കുടിയിലെ എല്ലാവർക്കും ഇൻസ്പിറേഷൻ തന്നെയാണ് മണിച്ചേട്ടൻ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ മണിച്ചേട്ടനെ എനിക്ക് പരിചയപ്പെടണം, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ജയചേട്ടൻ എപ്പോഴും പറയും നിന്നെ ഞാൻ പരിചയപ്പെടുത്താം. ആ സമയങ്ങളിലൊക്കെ ആൾക്ക് ഇങ്ങനെ രോഗം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ആ സമയങ്ങളിൽ പല പ്രാവശ്യവും എനിക്ക് ചാൻസ് കിട്ടിയിരുന്നു അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ ഒരുമിച്ച് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്കിത് ആ സമയങ്ങളിൽ പറ്റിയിട്ടുണ്ടായില്ല. ജയചേട്ടൻ വഴി തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത് തന്നെ. അപ്പോൾ ജയചേട്ടൻ അപ്പോൾ ആ സമയങ്ങളിൽ പറയായിരുന്നു, എടാ നിനക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെന്ന് ഇപ്പോഴും പറയാറുന്നത്. കാരണം അന്ന് എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ. കാരണം വെച്ചാൽ അത്രയും വലിയൊരു കലാകാരനാണ്. പിന്നെ അല്ലാണ്ട് തന്നെ നമ്മൾ ഇഷ്ടംപോലെ എൻ്റെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. മണിച്ചേട്ടൻ അവിടെ ചാലക്കുടിയിൽ വരുന്നതാണ് സ്ഥിരം. എന്ന് വെച്ചാൽ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും കൈ കാണിച്ചു പോകുമ്പോൾ നമ്മളെല്ലാവരും കൈ കാണിക്കും. അതുകൊണ്ട് അടുത്ത് പോയി മണിച്ചേട്ടൻ ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് പറയാനുള്ളൊരു പേടി, അത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് മണിച്ചേട്ടൻ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ മിസ്സിങ് ആയിപ്പോയി ഇതായിരുന്നു, മണിച്ചേട്ടൻ്റെ കൂടെ ഒരു പരിപാടി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് അവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആഗ്രഹമായിരുന്നു. ചാലക്കുടി ബേസിൽ എല്ലാവർക്കും മണിച്ചേട്ടൻ്റെ കൂടെ പരിപാടി ചെയ്യണമെന്നാണ് തന്നെയാണ് എല്ലാവർക്കും. കാരണം വെച്ചാൽ അതുവഴി പലരും സിനിമയ്ക്ക് കയറാം എന്നുള്ളൊരു വിശ്വാസം. പക്ഷെ എനിക്കതല്ല, നമുക്കൊരു വലിയൊരാള് അല്ലെങ്കിൽ വലിയൊരു ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു മൈൻഡിലാണ് നമ്മൾ നടന്നത്. ആ സമയങ്ങളിലൊക്കെ പ്രോഗ്രാം ചെയ്യണം വെച്ചാൽ പുറത്തേക്ക് പോവാം. അങ്ങനെ വഴി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്വപ്നം അതായിരുന്നു. അമേരിക്കൻ ഡ്രീമാണ് എൻ്റെ. ഈ സിനിമ നടക്കുന്ന ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ആണല്ലോ. തിരുവനന്തപുരത്തുള്ള കുറച്ച് കുട്ടികളുടെ കഥയാണ് പറയുന്നത്. ഷൂട്ട് ചെയ്യുന്നത് 2019 ഈ പറയുന്ന കഥ ലേറ്റ് 90s കഥയാണ്. അപ്പം ആ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് വളരെ പണിപ്പെട്ടൊരു കാര്യമാണ്. കാര്യം
തിരുവനന്തപുരത്തെ പഴയ തിരുവനന്തപുരമായിട്ട് കാണിക്കണം. കാര്യം അവിടെ വിശ്വവിഖ്യാതമായ പല ബിൽഡിങ്ങുകളുടെയും പെയിൻറ് മാറിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് കണ്ട ഒരു രീതിയല്ല. ഒരു ജോഗ്രഫി മൊത്തത്തിൽ മാറി നിൽക്കുന്ന സമയത്ത് ഇതേ കഥ തിരുവനന്തപുരത്ത് തന്നെ വെച്ച് ഷൂട്ട് ചെയ്യാമെന്നുള്ള ഒരു ഡയറക്ടറിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വർക്കിംഗ് രീതിയൊക്കെ കണ്ടപ്പോൾ എന്താണ് ശരിക്കും തോന്നിയത്? അത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു സാർ അതിന് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവണം ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ സെയിം പറഞ്ഞ ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന തിങ്സ് പോലെ അത് ഞാൻ കേട്ടിട്ടുണ്ട്. സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു ഫോൺ വെച്ചാൽ അല്ലെങ്കിൽ ഒരു സാധനം ഒരു ടേബിളിൽ ഒരു സാധനം വെക്കുന്നത് പോലും കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ഡയറക്ടർ. എനിക്ക് തോന്നുന്നു ആ ഒരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് പടത്തിൽ അത്രയും കറക്റ്റായിട്ട് വന്നേക്കണത്. ആ ഒരു 80s കഥ അല്ലെങ്കിൽ 80s ആ ഒരു പശ്ചാത്തലമൊക്കെ കറക്റ്റായത് ആളുടെ നിർബന്ധ ബുദ്ധികൾ തന്നെയാണ്. പല പ്രാവശ്യം എനിക്കിപ്പോൾ പല ആർട്ടിസ്റ്റുകൾക്കും അത് പറ്റിയിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ആഗ്രഹിക്കുന്നത് കിട്ടണം, അതുവരെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പം എനിക്കും ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് പണി. ഒന്നാലും നമ്മൾ പേടി കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ നമ്മൾ 3-4 തവണ ചെയ്യേണ്ടി വരുമായിരുന്നു. പിന്നെ ആളുടെ നിർബന്ധ ബുദ്ധി തന്നെയാണ് ആ ഒരു ശരിക്കും പറഞ്ഞ ആ സ്ക്രിപ്റ്റ് റൈറ്റർ സുനിച്ചേട്ട് എപ്പോഴും പറയുന്നത് ആൾക്ക് ഭയങ്കര ഇതാണ്, അത് കറക്റ്റായിട്ട് ആ ഒരു അത് വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു ഡയറക്ടർ സാറിന്. ഇപ്പം ബ്രോ പറഞ്ഞു 80 ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ഒരാളായതുകൊണ്ട് തന്നെ ആ ഒരു ഈ കാലഘട്ടമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കോ ആക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ഇപ്പോഴത്തെ പിള്ളേരാണല്ലോ. അപ്പം അവരുമായിട്ടുള്ളൊരു സിനർജി എങ്ങനെ ഉണ്ടായിരുന്നു? അവരുമായിട്ട് വർക്ക് ചെയ്യാൻ എത്രമാത്രം കംഫർട്ടബിൾ ആയിരുന്നു? ഫസ്റ്റ് ദിവസത്തേക്ക് ഭയങ്കര കംഫർട്ടാണ്. കാരണം ഒന്ന് അവർ 3000-ലധികം ആൾക്കാരെ സെലക്ട് ചെയ്തതിന് അതിൽ നിന്നാണ് സെലക്ട് ചെയ്യണത് അവരെ. എന്നുവെച്ചാൽ ഓഡിഷൻ നടത്തി 3000 ആൾക്കാരെ ഓഡിഷൻ ചെയ്തിട്ട് അതിൽ നിന്നാണ് ഇവരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ നേരിട്ട് സാറ് വഴിയാണ് കയറി വന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവർ മൂവിക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ, അപ്പോൾ വന്നവരൊക്കെ മൂവി വേണം എന്നുള്ള സ്വപ്നം കണ്ട ആൾക്കാർ, നമ്മളതും ആഗ്രഹിക്കാതെ വന്ന് പെട്ട ആൾ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കരമായിരുന്നു. കാരണം അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒന്ന് അവർ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആയതുകൊണ്ട് തന്നെ ഞാനായിട്ട് ചേർന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നീട് അത് സെറ്റായി. പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ അവർ ഭയങ്കര ചില്ലാണ്, ഞാനും ചില്ലാണ്. അടിപൊളിയായിട്ട് പോയി. പിന്നെ എനിക്ക് അവരായിട്ട് വലിയ കോമ്പിനേഷൻ ഇല്ലല്ലോ, ഒരുപാടില്ല. ആകെ ഞാൻ എൻ്റെ ക്യാരക്ടർ എപ്പോഴും പുറത്തായി എന്ന് വെച്ചാൽ അവരുടെ കൂടെ അല്ലല്ലോ. അതാണ് അതുകൊണ്ട് തന്നെ ഷൂട്ട് പലപ്പോഴും അവരൊരുമിച്ചായിരിക്കും, ഞാനെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ ഞാൻ റൂമിൽ എപ്പോഴും ഉണ്ടാവുമായിരിക്കും, ഒറ്റയ്ക്കായിരിക്കും. അവർ പുറത്ത് എപ്പോഴും ഷൂട്ടിന് വേണ്ടി ഇങ്ങനെ പോണതാണ്. അതുപോലെ ഈ സിനിമയിൽ സുരയുടെ കഥാപാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നിറത്തിൻ്റെ രാഷ്ട്രീയം അവിടെ വരുന്നുണ്ട്, ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ ഇത്തരത്തിൽ വിഭജിച്ച് നിർത്തുന്ന ഒരു രീതി കലാകാരന്മാർക്കിടയിൽ ഒരു പ്രശ്നമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരുപാട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ മുടി തന്നെയാണ്. മുടി വളർത്തുന്നത് അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും കളിയാക്കും. ആദ്യമേ എന്താ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും. 4 ആൾക്കാർ കൂടുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കാണുമ്പോൾ നിനക്ക് കുളിച്ച് നനച്ച് നടന്നുവിടാ എന്ന് പറഞ്ഞിട്ടുള്ള പരിഹാസം. അവരത് ആ സമയങ്ങളിൽ വലിയ എന്ന് വെച്ചാൽ ഒരു തമാശയ്ക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ നമുക്കുണ്ടാവുന്ന ആ ഒരു വേദനയോ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു വിഷമോ അവർ ശ്രദ്ധിക്കില്ല. അവർക്കതല്ല വേണ്ടത്. ആ സമയത്ത് ഒരു തമാശ അത് നടക്കണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മുടിക്കാണ്. പിന്നെ അല്ലാണ്ട് തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ നോക്കും ഭയങ്കരമായിട്ട്, ഇവൻ ഓക്കെ അല്ലല്ലോ, ഈ സ്ഥലത്ത് എന്തിനു ഇവിടെ വന്നു എന്നുള്ളൊരു നോട്ടത്തിൽ കൂടെ നമുക്ക് കിട്ടും. പക്ഷെ അത് പുറത്ത് പറയില്ല പലരും കാണിക്കുന്നത് നോട്ടത്തിൽ കൂടെയും അല്ലെങ്കിൽ കണ്ണുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും നമ്മളെടുത്ത് അത് കാണിക്കാറ്. എൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയത് ഏറ്റവും കൂടുതൽ അത് തന്നെയാണ്, പല നോട്ടത്തിൽ കൂടെ തന്നെ. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അതിരപ്പള്ളി ഭാഗത്ത് ഞങ്ങൾ ഇതിന് പോയപ്പോൾ കുറേ പോലീസുകാർ നിൽക്കുന്നു. അപ്പോൾ ജയൻചേട്ടൻ്റെ കൂടെ തന്നെ പോയതാണ്. എനിക്ക് ഓർമ്മയുണ്ടത്. കലാകാരന്മാരെല്ലാവരും ഒരുമിച്ച് പോകുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് വണ്ടി കൈ കാണിച്ചു, പെട്ടെന്ന് ഓടി വന്നു ഒരാൾ, എന്നിട്ട് എന്നെ നോക്കി. അപ്പം കൂടെ ഉള്ള എല്ലാവർക്കും മുടിയില്ല, എനിക്ക് മാത്രമേ മുടിയുള്ളൂ. എനിക്ക് ആ സമയങ്ങളിൽ തോന്നിയത് എന്തിനാണ് എന്നെ നോക്കിയെന്നാണ്. ആരാന്ന് വെച്ചപ്പോൾ കലാകാരനെന്ന് പറഞ്ഞപ്പോൾ വിട്ടു അപ്പോൾ പോകുന്നു. അന്ന് എനിക്ക് ആ സ്ട്രൈക്കായി പോയത്. കാരണം അതെന്തിനാണ് അത് അങ്ങനെ ചെയ്തതെന്നുള്ളത് പല പ്രാവശ്യം എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ അങ്ങനെ എന്നുള്ളത്. അപ്പോൾ അവരും ചിരിച്ചു, കൂടെ ഉള്ളവരും ചിരിച്ചു. കാരണം മുടി കണ്ടിട്ടാണെന്ന് പറഞ്ഞു. കാരണം അന്ന് ആ പോലീസുകാർക്ക് പോലും നമ്മളൊരു ഇതായിരുന്നു ആ സമയങ്ങളിലൊക്കെ. കാരണം വെച്ചാൽ മുടി ഒരു പ്രശ്നം തന്നെയായിരുന്നു. എനിക്കിഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് മുടിയുടെ പേരിൽ. പിന്നെ കറുത്തതെന്നുള്ളതൊക്കെ
ശ്രദ്ധിക്കാറില്ല. ആ, അത് അങ്ങനത്തെ പിന്നെ നമ്മള് കാരണം ഇതെന്റെ കളറാണ്, ഞാനായിട്ട് തീരുമാനിച്ചെടുത്ത കളറല്ല അത്. നമ്മൾ തീരുമാനിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വല്ല അതല്ല, ഇത് നമ്മളായിട്ട് വന്നേക്കണ കളറാണ്. പിന്നെ അതിന്റെ പേരിൽ ഒരാളെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവരും ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്, അല്ലാണ്ട് അതെ. മുകളിൽ നിന്ന് ആരും ചാടി വരുന്നില്ല. പണ്ട് കാലങ്ങളിൽ സിനിമകളിൽ അങ്ങനെ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടല്ലോ, അത് കാണാൻ നല്ല കളർ ഉണ്ടാവണം അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഇപ്പോഴാണ് അത് ഉണ്ടാവണം. മാറിയത്. അതെ, ഇപ്പൊ അത് മാറി. എത്രത്തോളം മാറി എന്നാണ് വിശ്വസിക്കുന്നത്? എനിക്ക് അതായത് പൂർണ്ണമായിട്ടും അത് നശിച്ചു എന്നുള്ളൊരു വിശ്വാസമുണ്ടോ? ഒരിക്കലും ഇല്ല, എന്നാലും ഉണ്ട് ചെറുതായിട്ടൊക്കെ. അതെ, ആ ഒരു അവസ്ഥ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശരിക്കും? അത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ഒരു ട്രെൻഡ് തന്നെയാണ്. ഒരു നായകൻ എന്ന് പറയുമ്പോൾ വെളുത്തിരിക്കണം, നല്ല ഭംഗി ഉണ്ടാവണം, അതാണ് നായകൻ. നായകൻ സങ്കല്പം എപ്പോഴും അങ്ങനെ ആയിരിക്കും. അത് പണ്ട് മുതൽക്കേ നമ്മൾ കുത്തിവെച്ചൊരു ഇതാണ്. അത് മാറിയത് തന്നെ ഈ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വന്നപ്പോഴാണ് അത് മാറിയത്. അതിനു മുമ്പ് ഭയങ്കര ഇതായിരുന്നു, ആ കാണാനും ഭംഗി, നല്ല പൊക്കം, അങ്ങനെ നായക സങ്കല്പം എന്ന് പറഞ്ഞ സംഭവം മാറിയത് ഇപ്പോഴത്തെ സിനിമകളിലാണ് അത് മാറിയിരിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറിയൊന്നും എനിക്കറിയില്ല. അത് ഇനിയും കാണണം നമുക്ക്, സിനിമകളിന് വരുമ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഈ സിനിമയിൽ പോലും ഇപ്പോൾ ആ ഒരു ഇത് എന്താ പറയില്ലേ, എന്നേക്കാളും സൗന്ദര്യമുള്ള ആൾക്കാരുണ്ട്, എന്നേക്കാളും കഴിവുള്ള ആൾക്കാരുണ്ട്, പക്ഷെ എന്നെയാണ് സെലക്ട് ചെയ്തത് ആ ക്യാരക്ടറിനെ. അല്ല, അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണത്. ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനെ ഒരു നിറമോ ഇതല്ല, അവർക്ക് ഏതാണോ ആപ്റ്റ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്തായിരിക്കണം അതിങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു ഡയറക്ടറാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാണ്ട് അവൻ എന്താ ബ്ലാക്ക് ആയിരിക്കണം, എന്നാൽ അവനെ വേണ്ട, എന്നാൽ വെളുത്തവനെ പിടിച്ചു വെക്കാം എന്ന് പറഞ്ഞുള്ള ഒരു മൈൻഡ് എല്ലാവർക്കും. സിനിമ മുമ്പോട്ട് വയ്ക്കുന്ന മെയിൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഒപ്രസ്ഡ് ആയിട്ടുള്ള കുറേ വിഭാഗങ്ങളുടെ ഒരു അതിജീവനത്തിൻ്റെ കൂടെ കഥ ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ള വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ അനാവശ്യമായ ജാതീയത സമൂഹത്തിൽ കുത്തിവെക്കുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് കാശുണ്ടാകും, ഒരു സിമ്പതിയുടെ പുറത്ത് ആളുകളുടെ അറ്റൻഷൻ പിടിച്ച് പറ്റുകയാണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളൊരു വിമർശനം വെക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു വിമർശനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇത് പണ്ട് സംഭവിച്ചിരുന്നു. അതെ, അത് ഇന്നത്തെ ആൾക്കാരും ഇന്നത്തെ തലമുറകൾ അറിയണമെന്ന് ചിലപ്പം ചിലർ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് അറിയേണ്ടത് അനിവാര്യതയല്ലേ? അനിവാര്യതയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. അതങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ ഇന്നത്തെ സമൂഹത്തോട് നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ പെരുമാറുമ്പോൾ നമുക്കതിന് ഈ പറയില്ല വേർതിരിവ് ഉണ്ടാവില്ല. മറ്റേതങ്ങനെയല്ലല്ലോ, നമ്മൾ കാണുമ്പോൾ മുന്നേ തന്നെ കുത്തിവെച്ചേക്കണ ഒരു സംഭവമാണ് ബ്ലാക്ക് ചീത്തയാണ്, കറുത്തവർ ചീത്തയാണ്. അത് മുന്നേ തന്നെ ഉള്ളൊരു ഇതാണ്. അതെൻ്റെ ചെറുപ്പത്തിലും ഞാൻ കേട്ടിരിക്കണത് ഏറ്റവും കൂടുതൽ അങ്ങനെ തന്നെയാണ്. സോ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയുന്നത് അത് അറിഞ്ഞിരിക്കണം. അത് പറയുന്നത് നല്ലതാണ് ഞാൻ പറയുള്ളൂ. കാരണം ആൾക്കാരറിയണം ഇങ്ങനെ കറുത്തവരെല്ലാവരും മോശക്കാരല്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ അനുഭവിച്ചു വന്ന കഷ്ടതകളൊക്കെ വരും തലമുറകളോട് പറഞ്ഞു തന്നെ പോകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരറിയണം ഇങ്ങനെ ഒരു അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരിക്കൽ പോലും ആരും വേർതിരിച്ച് നിൽക്കരുത്, ആരും മാറ്റി നിർത്തരുത്, എല്ലാവരും മുന്നോട്ട് വരട്ടെ. അതുപോലെ ഇതിൻ്റെ പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് 90കളിലെ വേടൻ്റെ കഥയാണ് മൂൺവാക്ക് എന്നുള്ളത്. അതേ വിഷയം തന്നെയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. അടിച്ചമർത്തപ്പെട്ടവൻ്റെ മറുപടി അവൻ കലയിലൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കലയിലൂടെ ഈ അവന് നേരിടേണ്ടി വന്ന ഓപ്പറേഷനുകൾക്ക് മറുപടി കൊടുക്കുന്ന സുര ശരിക്കും സിബി എന്ന് പറയുന്ന ആളുടെ വ്യക്തി ജീവിതമായിട്ട് എന്തുമാത്രം കണക്റ്റഡ് ആണ്? അത് ഈ പറഞ്ഞ പോലെ തന്നെ സുര അതിൽ ചെയ്തേക്കുന്നത് വളരെ ഈ പറഞ്ഞ പോലെ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റും അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചേക്കണത്. ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഒന്നിനും പറ്റാത്ത ഒരാളാണ് എന്നുള്ളത് ഒരു മുന്നേ തന്നെ നമ്മുടെ ലൈഫ് കൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. നമ്മളൊന്നും ആപ്റ്റല്ല അതിന്, അവിടെ ഒരു ആപ്റ്റല്ല എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ്. പക്ഷെ കല വന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ലൈഫ് മാറിയത് തന്നെ. എനിക്ക് തോന്നുന്നു സൂര്യയും അങ്ങനെ തന്നെയാണ്. കല എന്നുള്ളൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ സൂര്യനെ ആരും ശ്രദ്ധിക്കില്ലായിരുന്നു. പക്ഷെ കല തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ. കാരണം അതിലൂടെ നമുക്ക് എന്തും പറയാം. വേടനും ചെയ്യുന്നത് അത് തന്നെയല്ലേ, ആളുടെ പാട്ടിലൂടെയാണ് എല്ലാം ചെയ്യുന്നത്. അല്ലാണ്ട് ആള് വന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് സംസാരിക്കുകയല്ല ചെയ്തത്. അതാണ് സൂര്യയും വേടനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. മൈക്കിൾ ജാക്സന്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഇപ്പം തിയേറ്ററിൽ ആ ഒരു ഭാഗം വന്ന സമയത്ത് എല്ലാവർക്കും മൈക്കിൾ ജാക്സൺ അല്ലേ എന്നൊരു ചിന്ത വരും ആ ഒരു ഫ്രെയിം കാണുന്ന സമയത്ത്. പക്ഷേ ഇത് ആദ്യമായിട്ട് മോണിറ്ററി കാണുന്നൊരു മൊമെൻറ്റ് നമ്മുടെ ഡയറക്ടർ ഉണ്ടായിരിക്കുമല്ലോ, വിനോദയൊക്കെ എന്ന് പറയുന്ന വ്യക്തി. ഇത് ആദ്യമേ മോണിറ്ററി കണ്ട സമയം എന്താണ്, ആ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് എന്താണ് വന്ന് പറഞ്ഞത്? എനിക്ക് തോന്നുന്നു അവരിങ്ങനെ ഈ വന്ന് അവിടെ നീ ചെയ്തു അടിപൊളി സൂപ്പർ എന്ന് പറയില്ല. അവർ നമ്മൾക്കത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവർ മൂവ് ഓൺ, ഓക്കെ കഴിഞ്ഞു, ഓക്കെ അടുത്തത് എടുക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം
ഓക്കെ ആണെന്നുള്ളത്. പിന്നെ കൂടെ മാസ്റ്റർ എന്ന് പറയും, ശ്രീത്ത് മാസ്റ്ററാണ് ഇതിന്റെ കൊറിയോഗ്രാഫി ചെയ്തത്. ശ്രീത്ത് മാസ്റ്റർ ഒരുപാട് ഈ പറഞ്ഞ സുര ലാസ്റ്റത്തെ ആ ഒരു പെർഫോമൻസിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ശ്രീത്ത് മാസ്റ്റർ. കാരണം 1.5 മാസത്തോളം എനിക്ക് സെപ്പറേറ്റ് ആയിരുന്നു ട്രെയിനിങ് മാത്രം ആ ഒരു ക്ലൈമാക്സിന് വേണ്ടി ചെയ്യാനായിട്ട് തന്നെ. അത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതാണ്. 1.5 മാസം കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്നു, രാവിലെ ചെന്നു പ്രാക്ടീസ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, വൈകിട്ട് 7 മണി വരെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 8 മണി വരെ, അത് കഴിഞ്ഞ് പിന്നെയും ഭക്ഷണം കഴിക്കുക, അത് കിടന്നുറങ്ങണം, പിന്നെ പിറ്റേ ദിവസം, അങ്ങനെ 1.5 മാസത്തോളം ചെയ്തതാണെങ്കിൽ ഇത്ര ഇമ്പാക്റ്റ് വന്നത്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം റിവ്യൂവേഴ്സ് പൊതുവെ അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നൊരു വിമർശനം എന്ന് വെച്ചാൽ സുര അവസാനത്തെ ഒരു ക്ലൈമാക്സിനോട് സ്കോർ ചെയ്യുമ്പോഴും ഈ ടീമും ഇയാളും തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ടിവിറ്റി എവിടെയും അങ്ങനെ പരാമർശിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം. തുടക്കം മുതലേ ഇവൻ വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്, അവസാനമാണ് ഇവനിലൂടെ ആ ടീമിന് തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്. എങ്കിൽ പോലും ഈ വ്യക്തികളും സുരയും തമ്മിലുള്ളൊരു കണക്ഷൻ ഒരിടത്തും പറഞ്ഞു പോകുന്നില്ല. അതിലുള്ള ഒരാളുമായിട്ടുള്ളൊരു മെൻ്റൽ ബോണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ പോയത് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം അല്ലെങ്കിൽ അതെങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സുര പുറത്തുനിന്ന് വന്ന ഒരാളെ ഒരാളായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്നില്ല. അപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവരായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി കൂടി പോയി കഴിഞ്ഞാൽ പടം തന്നെ മാറിപ്പോകും. ക്യാരക്ടർ അങ്ങനെയാണ് ഇപ്പോഴും. ആകെയുള്ളത് ആ ഒരു ഒരു ചെറിയൊരു മൂമെന്റിൽ മാത്രമേ അവർ ഒരുമിച്ച് ഭയങ്കരമായിട്ട് സുര ക്യാരക്ടറായിട്ട് ഇതുള്ളൂ. പക്ഷെ ബാക്കിയുള്ള സുര എന്നുള്ള ക്യാരക്ടർ ഇപ്പോഴും മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ഒരിക്കലും അവരായിട്ട് ചേരില്ല. മീൻസ് അവന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കണേ. അല്ലാണ്ട് ഭയങ്കര മിംഗ്ലിംഗ് ഉള്ള ഒരാളല്ല. അപ്പൊ അത് ചെയ്തതല്ലാന്നേ പറയുള്ളൂ. എനിക്ക് ഈ സിനിമ ഓൾറെഡി ഞാൻ റിവ്യൂസിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. സുരനെ അങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കേണ്ടത്. അതെ. അതുപോലെ ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളും ഈ സമൂഹത്തിൽ ഇടത്തരമായിട്ട് നിൽക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള പിള്ളേരുടെ ഒരു ക്ലൗട്ടാണ് ഇപ്പുറത്തുള്ളത്. സുര എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിൽ താഴെ ജീവിക്കുന്ന ഒരാൾ. പക്ഷേ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി ആദ്യമേ മുന്നിൽ നിൽക്കുന്ന ആൾ സുരയാണ്. ഉദാഹരണം പറഞ്ഞാൽ ദോശ മേടിച്ചു കൊടുക്കുന്ന സീൻ, പിന്നെ ഈ അവരുടെ ജീവിതങ്ങൾ കണ്ടിട്ട് ഒരു ഷൂ കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് കാണുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് സുര എന്ന് പറയുന്നത്. പക്ഷേ അവൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഈ കൂടെയുള്ള ആൾക്കാർക്ക് ആർക്കും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഇങ്ങനെ പ്രതിഫലിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ആ കഥാപാത്രത്തെ ഫീൽ ചെയ്തിരുന്നോ, ഇത് ഞാനാണ് എന്നുള്ളത് തോന്നിയൊരു മൊമെന്റ് പറയാൻ പറഞ്ഞ ഏതാണ്? അത് എന്നെ മീൻസ് സുര ഒറ്റയ്ക്ക് ഇരിക്കുന്ന കുറേ ഷോട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് തവണ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്. സോ അതെനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് സിനിമ കണ്ടപ്പോഴും എനിക്ക് ഫീൽ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ അമ്മയും പറഞ്ഞു. എൻ്റെ അമ്മ എനിക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായത് നീ ഒറ്റയ്ക്കിരുന്ന ആ ഒരു സീനൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായത്. കാരണം വെച്ചാൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, അമ്മ കണ്ടിട്ടുണ്ട്. അതുപോലെ ഗപ്പിയിൽ അഭിനയിച്ച കാര്യം പറയണ്ടായല്ലോ, ആ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അത് ഈ പറഞ്ഞ പോലെ ഈ സുരാജന്റെ ഷോയ്ക്കാണ്. അപ്പൊ അതിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ജോൺ സാറ്, എൻ്റെ ഡയറക്ടർ ജോൺ പോൾ തന്നെ ആളാണ് ഇത് സെലക്ട് ചെയ്തത്. ആള് ഇങ്ങനെ പറഞ്ഞു, ആള് അതിൻ്റെ അസിസ്റ്റന്റ് ആണ് എന്നെ വിളിച്ചത്. അപ്പോൾ ആള് ഇങ്ങനെ സിനിമ ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ സിനിമ മറ്റേ പാട്ട് സീനാന്നൊന്നും പറഞ്ഞില്ല, നീ വരണം എന്നേ പറഞ്ഞോളൂ, ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞോളൂ. ചെന്നു, അവിടെ ചെന്നപ്പോൾ ഞാൻ അറിയുന്നത് ഒരു പാട്ട് സീനാണെന്നുള്ളത്. ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോൾ ഞെട്ടി. കാരണം ഞങ്ങൾ 3 പേരുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ എനിക്കത് ഓർമ്മയുണ്ടത്, ഇങ്ങനെ കറക്റ്റ് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് ഡയറക്ടർ സാർ ഇപ്പുറത്തേക്കാണ്, ക്യാമറമാൻ കൊടുക്കണ്, 19 ആൾക്കാർ നമ്മൾ നോക്കിക്കണം. എന്നിട്ട് പറഞ്ഞ് ലിപ്സിങ് എന്ന് വെച്ചാൽ പാടുന്ന ആ ഒരു സിംഗർ മാത്രമേ ഉള്ളൂ, പാടുന്നില്ലല്ലോ. പക്ഷെ ഇത് എത്ര നോക്കിയിട്ടും പറ്റുന്നുണ്ടായില്ല. ഇതൊന്നും ഒരു 6-7 തവണ പോയിട്ടുണ്ട് ആ സൈൻ. കാരണം വെച്ചാൽ എനിക്ക് പറ്റണില്ല. ഫസ്റ്റത്തെ സീൻ ഞങ്ങളാകെ പേടിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രജനാന്ത് ചെയ്യുന്ന ആളുണ്ട്, സിക്ക് സജീവ് എന്ന് പറഞ്ഞിട്ട്, ആളും ചാലക്കുടിക്കാരനാണ്. പക്ഷെ ആൾക്കതൊരു പേടി ഉണ്ടായില്ല. മറ്റേത് കോഴിക്കോടുകാരനാണ്, അത് മറ്റേ അമിതാഭ് ബച്ചൻ്റെ ഫിഗർ ചെയ്യുന്ന ആളുടെ പേര് ഞാൻ പറഞ്ഞു. അപ്പൊ ആളും ഞാനും കണ്ടത് പെർഫെക്റ്റ് ആയിരുന്നു കണ്ടിട്ട്. പക്ഷെ ആ പാട്ട് ഗംഭീരമായിട്ട് ഹിറ്റായി. പക്ഷെ അന്ന് ആ സമയങ്ങളിൽ അവർ പറയായിരുന്നു അത്
ഈ പാട്ട് ഹിറ്റാവും എല്ലാവരും ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അതുപോലെ സംഭവിച്ചു. ഇപ്പൊ ഏത് ക്രിസ്മസിനായാലും ഏറ്റവും കൂടുതൽ എൻ്റെ നാട്ടിലെ ആൾക്കാർ ഫസ്റ്റ് ഈ കോളേജ് സെലിബ്രേഷനിലേക്ക് ക്രിസ്മസ് ആണെങ്കിൽ ഈ പാട്ട് വെക്കുള്ളൂ. നാട്ടിൽ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് അതായിരുന്നു. ഈ കരോണ്ട് പോകുമ്പോൾ അവരെല്ലാവരും കൂടി ആ പാട്ട് വെച്ചിട്ട് എന്നെ നോക്കിയിരിക്കും. എടാ പാട്ടാണ് അത്. അല്ല, അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ അതിന്റെ പാർട്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. ഇപ്പോഴും അത് മാറുന്നില്ല. ആ ഒരു ട്രെൻഡ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ ക്രിസ്മസിന് ആ പാട്ട് വെക്കും. മസ്റ്റാണ്, ആ പാട്ട് മസ്റ്റാണ്. അത് ഭയങ്കര സന്തോഷമാണ് അതിന്റെ ഒരു പാട്ടായത് തന്നെ. അതുപോലെ ഇതിനകത്ത് സീനിയർ ആയിട്ടുള്ള വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ശ്രീകാന്ത് മുരളി ഉണ്ട്, ഷേർഷാ ഷെരീഫ് ഉണ്ട്, മീനാക്ഷി രവീന്ദ്രൻ ഉണ്ട്. എനിക്ക് ആക്ച്വലി ശ്രീകാന്ത് മുരളി സാറിന്റെ കഥാപാത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു അച്ഛനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അല്ലേ സിനിമ കഴിഞ്ഞിട്ട്. അതും ആ കാലഘട്ടത്തിലാണ് അങ്ങനെ ഇത്ര പ്രോഗ്രസീവ് ആയിട്ട് മക്കൾക്ക് വേണ്ടി ഇത്ര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു അച്ഛൻ ഉണ്ടാകുക എന്ന് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തോടുകൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ഷൻസിന്? എനിക്ക് ഇൻട്രാക്ഷൻ കിട്ടിയത് അപ്പോഴല്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ഇതില്ലല്ലോ, എൻ്റെ സ്ക്രീൻ ഫേസിലൊന്നും ആളില്ല. എനിക്ക് കിട്ടിയത് ഇതിന് ശേഷം, ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ സമയത്താണ് എനിക്ക് ആകെ ഒരു 2-3 ഒരു ഇൻ്റർവ്യൂവിനെ കണ്ടു ഞാൻ ആളെ. അപ്പോൾ ഒരുമിച്ചായിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ആളെന്നോട് അന്ന് തന്നെ ആളെന്നോട് ഇങ്ങനെ പറഞ്ഞേ കേട്ടിട്ടുണ്ട്, നിന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൾക്ക്, ശ്രീകാന്ത് മുരളിക്ക് നല്ല ഇഷ്ടമായിട്ടോന്ന്. അപ്പോൾ നേരിട്ട് കണ്ടപ്പോഴും എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ തന്നെയാണ്, എടാ നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, സുര നന്നാണ്. നമുക്കത് വലിയൊരു അവാർഡ് പോലെയാണ്. കാരണം വെച്ചാൽ അത് വലിയൊരു ആർട്ടിസ്റ്റാണ് ഈ പറഞ്ഞത്. അപ്പം കണ്ടപ്പോഴും എനിക്ക് സത്യത്തിൽ എനിക്ക് ഒരു പേടിയായിരുന്നു. കാരണം ഇത് എന്താവും എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ചെയ്തത് ശരിയാണോ. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പോയിട്ട് നോക്കൂല, ഏതാ മോണിറ്റർ പോയി നോക്കൂല, എനിക്ക് പേടിയാ. സാറ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് സാറ് കറക്റ്റ് ഓക്കെ സാറ് പറഞ്ഞു ഓക്കെ, അവിടുന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇത്. അല്ലാണ്ട് ഞാൻ പോയിട്ട്, കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമയ്ക്ക് ആഗ്രഹിച്ച ആളല്ലല്ലോ. സോ എനിക്കത് വന്നിട്ട് ഞാൻ കറക്റ്റ് ആണോ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. പിന്നെ അഭിനയിക്കാൻ നമ്മൾ ആകെ ഉള്ളത് ആ ഒരു 3 മാസത്തെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഇതൊക്കെ ആ സംഭവം എന്നുവെച്ചാൽ ഈ ശ്രീകാന്തേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നന്നായിട്ട് എന്നോട് സംസാരിച്ചു. മീൻസ് നീ ചെയ്ത് നന്നായിരുന്നു. അത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയങ്ങളിലൊക്കെ. സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോയ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നല്ലോ. അപ്പം ആ ഒരു കലാരൂപങ്ങളൊക്കെ അന്യം നിന്ന് പോകുന്നു എന്നൊരു അഭിപ്രായം ഇപ്പം ഉണ്ടോ? ശരിക്കും ആ ഒരു കലയെ പ്രതിനിധി നമ്മളതിൻ്റെ ട്രോമയിൽ തന്നെയാണ്. കാരണം 12-10 കൊല്ലമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെയാണ്. സോ കൊറോണയ്ക്ക് ശേഷം കൊറോണയ്ക്ക് സമയത്തങ്ങളൊക്കെ ഞങ്ങൾ ട്രോമയിലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഭയങ്കര വിഷമത്തിൽ തന്നെയായിരുന്നു. എന്ത് ചെയ്യും, ഞങ്ങളുടെ ആ ലോകം പോയി. അത് പറഞ്ഞ എന്നുവെച്ചാൽ നമ്മൾ ഇത്ര നാളും വിശ്വസിച്ചിരുന്ന ഒരു കാര്യം പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ഇനി അതൊരിക്കലും സംഭവിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ കടന്നു പോയത്. കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാനൊക്കെ ഭയങ്കരമായിട്ട് അത് അനുഭവിച്ചു. എനിക്ക് എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ അത് പിന്നീട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് നേരെ ചെയ്ത്. അതുവരെ ഞങ്ങൾ അതിനെ മറികടക്കാൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ആവശ്യമായിട്ട് വന്നു? അത് ഏറ്റവും വലുത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിൻ്റെ കൂടെ പോവുക, റീൽസാണ് ശരിക്കും. അല്ലാണ്ട് വേറൊരു വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഓക്കെ ചെയ്ത് റീൽസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയാണോ പോകുന്നത്, മാറ്റങ്ങളുടെ കൂടെ മാറ്റം. മൂൺവാഗ് സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ തിയേറ്റർ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പോലെ വലിയൊരു സംവിധായകൻ പ്രസൻറ്റ് ചെയ്യുന്നൊരു സിനിമ ഈ ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇത്ര ശക്തമായിട്ടുള്ളൊരു കണ്ടന്റ് മുമ്പോട്ട് വെച്ച്, അല്ലെങ്കിൽ അതിശക്തമായിട്ട് പല രാഷ്ട്രീയങ്ങളെയും വിസിറ്റ് ചെയ്തൊരു സിനിമ തിയേറ്ററുകളിൽ ആളുകളെ കുത്തി നിറയ്ക്കാൻ പറ്റാതെ പോകുന്നു എന്ന് പറയുന്നൊരു ദയനീയമായൊരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പം ബിഗ് ടിക്കറ്റ് സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഗതി മാറ്റുന്നു, അല്ലെങ്കിൽ അന്യഭാഷ സിനിമകൾ ഇവിടെ നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടം കൈവരിക്കുമ്പോൾ നമ്മൾ കോർ കണ്ടൻ്റായിട്ട് നല്ലൊരു രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ ഇവിടെ വിജയിക്കാതെ പോകുന്ന ഒരു ദുരവസ്ഥയെ എങ്ങനെയാണ് ശരിക്കും വിലയിരുത്തുന്നത്? എൻ്റെ ഒരു ഇതായി നോക്കുമ്പോൾ ശരിക്കും അത് അവർ വന്നോട്ടെ കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ഒരു സിനിമയെ ഒരിക്കലും മാറ്റി നിർത്തരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ പല ഇൻഡസ്ട്രിയിലും സംസാരിക്കുന്നത് നമ്മുടെ മലയാളത്തിലെ ഇൻഡസ്ട്രിയാണ് ഏറ്റവും ടോപ്പ് എന്ന് വെച്ചാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ വേൾഡ് ക്ലാസ് എന്ന് വെച്ചാൽ കഥ എല്ലാം ഒരു റിയാലിറ്റി കാണിക്കുന്നത് നമ്മുടെ സിനിമയിലാണ്, നമ്മുടെ ഇൻഡസ്ട്രിയാണ് കാണിക്കുന്നത്. സോ അത് നമ്മുടെ ഇവിടെ ഉള്ളവർക്കത് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാം, അറിയില്ല. അതെന്തെങ്കിലും മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഇനി അത് നല്ല സിനിമകൾ
ഒരാളും മാറ്റി നിർത്താണ്ട് എല്ലാവരും കാണണം ഒരു ദിവസം വരട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതെ. അത് സിനിമയിലെ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ശരി, ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുള്ളൊരു സിനിമ അല്ലെങ്കിൽ വേറൊരു ഇൻഡസ്ട്രി വന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്ന് ഭയങ്കര വലിയ കുത്തകച്ച് നമ്മുടെ സിനിമകളെ ഒഴിവാക്കുന്നു. അതൊക്കെ ഒരു ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും ഇത് മനസ്സിലാക്കിയത് മാറും എന്ന് തന്നെയാണ്. OTT റിലീസിന് ശേഷം മൂൺ വാക്ക് ഒരു ചർച്ചാ വിഷയമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആളുകളുടെ ഈ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അത് ഈ മുമ്പ് പറഞ്ഞ പോലെ മൂൺ വാക്ക് തിയേറ്റർ സിനിമയാണ്. അത് തിയേറ്ററിൽ തന്നെ ഓടേണ്ട ഒരു സിനിമയാണ്. വലിയൊരു വിഭാഗം ആളുകളാൽ അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ്. എന്നിട്ട് കൂടി ഈ സിനിമ ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു OTT റിലീസ് വരെ കാത്തിരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ആളുകളുടെ ഈ ഒരു മൈൻഡ് സെറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു അത് അറിയാത്തതുകൊണ്ടായിരിക്കാം. മേ ബി നമ്മുടെ സിനിമയെക്കുറിച്ച് ഒരു മുൻധാരണ ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു ഡാൻസ് മാത്രമുള്ളൊരു മൂവി ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിലൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു മുൻധാരണയായിരിക്കും ചിലപ്പോൾ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അത് എന്തെങ്കിലും സിനിമ കാണുമ്പോൾ അവർ മാറും എന്നുള്ളത് ഒരു വിശ്വാസമുണ്ട്. അതാണ് ഞങ്ങളെല്ലാവരും OTT വരുമ്പോൾ എല്ലാവരും കാണുമെന്നും അല്ലെങ്കിൽ ഈ സിനിമയെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും, ഒന്നും കൂടി ജനകീയമാക്കുന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഞങ്ങൾ നടക്കുന്നത്. റിവ്യൂവേഴ്സ് പോലും മൂൺ വാക്കിനെ പറ്റി നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും കൂടി ഇത് തിയേറ്ററിൽ അർഹിച്ചൊരു വിജയം നേടാതെ പോയി എന്നുള്ളതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. വളരെ ഹൃദയവേദകമായിട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി എഴുതിയിട്ട പോസ്റ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായി ഈ സിനിമ സംസാരിക്കുന്ന പോലെ തന്നെ തനിക്ക് തീണ്ടാപ്പാട് അകലെയാണ് എന്ന് വിചാരിച്ചിരുന്നൊരു സ്ഥലത്തെ തൻ്റെ കഴിവും കലയും കൊണ്ട് തിരിച്ചു പിടിച്ചൊരു കലാകാരൻ്റെ കഥയാണ് മൂൺ വാക്ക്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ തൻ്റേതായ ഒരു സ്ഥാനം പിടിച്ചെടുക്കാൻ സിബി എന്നൊരു ആക്ടറിന് പറ്റട്ടെ. ഈ അവസാനമായിട്ട് ഈ മൂൺ വാക്ക് സിനിമയെ പറ്റി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ തിയേറ്ററിൽ ആകെ കുറച്ചേ ഉള്ളൂ, പക്ഷെ എന്നാൽ പോലും നിങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് എല്ലാവരോടും പറയണം ഈ ഒരു സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായം. കാരണം ഇതൊരു നല്ലൊരു സിനിമയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നാളെ വേറെ പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ട് അത് തിയേറ്ററിൽ കാണാൻ പറ്റിയെന്നില്ല എന്നുള്ളൊരു വിഷമം ആർക്കും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.